അങ്ങേയറ്റം വിവേചനപരമായ ഏകപക്ഷീയമായ ഒരു വിധിയാണ്. ആ വിധി ആദിവാസികളോട് യാതൊരു നീതിയും പുലർത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. കുടുംബത്തെ പോലും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാതെയാണ് പൂർണ്ണ സമയം ഒരു പൊതുപ്രവർത്തന ഗീതാനന്ദൻ കഴിയുന്നത്. ആ ഗീതാനന്ദൻ അടക്കമുള്ളവർ ജയിലിൽ കിടക്കുകയും എന്നാൽ ആദിവാസികളുടെ ഭൂമി അപഹരിച്ചവർ സ്വസ്ഥമായി വാഴുകയും ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ആഹാരം മോഷ്ടിക്കേണ്ടി വരുന്ന അട്ടപ്പാടിയിലെ മധു അടക്കം ആദിവാസി ജീവിതത്തിൻ്റെ നിറചിത്രങ്ങളാണ്. നമ്മൾ സാധാരണ ഹൊറർ സിനിമയിൽ കാണുന്നതിനേക്കാൾ ഭീകരമായിട്ടാണ് പോലീസ് യാതൊരു പ്രകോപനവും ഇല്ലാതിരുന്നിട്ടും ആദിവാസികളെ ക്രൂരമായി വേട്ടയാടിയത്. 500 കോടി രൂപയാണ് CPTSP ഫണ്ട് നഷ്ടം വരുത്തിയത് മുൻകാല സർക്കാർ. അതിനൊക്കെ എതിരെ ഒരു പക്ഷേ ഏറ്റവും ശക്തമായി നിലപാടെടുക്കുകയും പ്രതികരിക്കുകയും അവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നൊരു മനുഷ്യനെ പിടിച്ച് അകത്തിടുമ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ എന്താണ് കേരളത്തിലെ മാധ്യമം കഴിയാത്തത്? ഇന്ന് നമ്മോടൊപ്പമുള്ളത് കെ അംബുജാക്ഷൻ സാറാണ്. 23 വർഷത്തിന് ശേഷം മുത്തങ്ങ വെടിവെപ്പിൽ ജോഗി അണ്ണൻ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം വിധി വന്നിരിക്കുകയാണ്. ഈ വിധിയിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ജോഗി അണ്ണൻ കൊല ചെയ്യപ്പെട്ടതിൽ കേസില്ല, അല്ലെങ്കിൽ അത് അങ്ങനെ പോകുന്നു. പക്ഷേ ഗീതാനന്ദൻ ഉൾപ്പെടെ ഉള്ള രമേശൻ, അനിൽ, അതുപോലെ ബിനു അടക്കമുള്ള ആൾക്കാരൊക്കെ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു സന്ദർഭത്തിലാണ് അംബുജാക്ഷൻ സാർ നമ്മളോട് സംസാരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന അവരെയൊക്കെ കണ്ട് നമ്മുടെ അടുത്ത് എത്തിയിട്ടുള്ളതാണ്. വളരെ സങ്കടകരമായിട്ടുള്ളൊരു വിധിയെന്ന് നമുക്കിതിനെ പറയേണ്ടി വരും. കാരണം മറ്റൊന്നുമല്ല, അവർക്കൊന്ന് അപ്പീൽ പോകാൻ പോലും അവസരം കൊടുക്കാതെ അവരെ കൊടും കുറ്റവാളികളുടെ പോലെ അവരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു, ഗീതാനന്ദൻ അടക്കമുള്ള ആൾക്കാരെ. നേരെ മറിച്ച് അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാവിധ തെളിവുകളുടെയും അല്ലെങ്കിൽ ക്യാമറകളുടെ മുന്നിൽ വെച്ച് തന്നെ കൊല ചെയ്യപ്പെട്ട ഒരാളാണ് ജോഗിയാണ്. പക്ഷേ ആ കേസ് എവിടെ എത്തുന്നുമില്ല. അപ്പോൾ ഇത്തരം ഒരു വിധി എങ്ങനെയാണ് ഈ മുത്തങ്ങ വിധിയെ കുറിച്ച് കാണുന്നത്? മുത്തങ്ങ വിധി കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ നിന്ന് 31-ാം തീയതിയാണ് മുത്തങ്ങ കേസിൽ 23 വർഷത്തിന് ശേഷമുള്ള വിധി പുറത്തു വരുന്നത്. ആ വിധി വരുമ്പോൾ കേരളത്തിലെ ആദിവാസികൾ പ്രത്യേകിച്ചും ആദിവാസികൾക്ക് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് മനുഷ്യരും പ്രതീക്ഷിച്ചത് ആ വിധിയിൽ ആദിവാസികൾക്ക് നീതി കിട്ടുന്ന പരാമർശങ്ങൾ ഉണ്ടാകുമെന്നാണ്. കാരണം മുത്തങ്ങ വിഷയം ഉയർത്തിയത് ആദിവാസികളുടെ ഭൂമി പ്രശ്നമാണ്. അത് ന്യായമായും ആദിവാസികൾ ലഭിക്കേണ്ട ഭൂമിയുടെ മേലുള്ള ഉടമസ്ഥാവകാശം, അവർക്ക് അവകാശപ്പെട്ട വനാവകാശ നിയമത്തിൻ്റെ പരിരക്ഷകൾ, ആദിവാസി മേഖലകൾക്ക് സ്വയംഭരണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അത് ഉറപ്പ് കൊടുക്കുന്ന ഭരണഘടനയുടെ 5th ഷെഡ്യൂൾ അത് നടപ്പിലാക്കുക, അങ്ങനെ തുടങ്ങിയ ഭൂമി, അതേപോലെ അവരുടെ അന്തസ്സ്, അവരുടെ മറ്റ് അവകാശങ്ങൾ ഇവ സംരക്ഷിച്ച് കിട്ടാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നു മുത്തങ്ങ സമരമെങ്കിൽ ആ മുത്തങ്ങ സമരം നടന്നു. അതിനുശേഷം 23 വർഷം കഴിഞ്ഞ് വിധി വരുമ്പോൾ ആ വിധിയിൽ ആദിവാസികളെ അല്പം പോലും പരാമർശിക്കാത്ത, അവർ യഥാർത്ഥത്തിൽ ഉയർത്തിയ ഭൂമി പ്രശ്നത്തെ, ആ ഭൂമി പ്രശ്നത്തിൽ പരിഹാരം കാണുന്ന ഒരു പരാമർശവുമില്ലാത്ത ഒരു വിധിയായിട്ടാണ് വന്നത്. മാത്രമല്ല, കേരളത്തിലെ ആദിവാസികളെ, പ്രത്യേകിച്ച് മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആദിവാസികളെയും, ആദിവാസികളോടൊപ്പം ഐക്യദാർഢ്യപ്പെടുന്ന സമൂഹങ്ങളെയും അങ്ങേയറ്റം നിരാശപ്പെടുത്തിയ, വേദനിപ്പിക്കുന്ന ഒരു വിധിയാണ്. കാരണം വിധി പുറത്തു വരുമ്പോൾ സത്യത്തിൽ ആ മുത്തങ്ങ സമരത്തിൽ സമരഭൂമിയിൽ മരിച്ചു വീണ ഒരാളാണ് ജോഗി, ആദിവാസി പ്രവർത്തകനാണ്. ആ ആദിവാസി പ്രവർത്തകനായ ജോഗി മരിച്ചു വീണെടുത്ത് തന്നെയാണ് ഒരു 100 മീറ്ററിനകത്താണ് വിനോദ് എന്ന പോലീസുകാരനും ആ മുത്തങ്ങ പ്രശ്നത്തിൻ്റെ ഇടയിൽ മരിക്കുന്നത്. ഈ പോലീസുകാരൻ മരിച്ച കേസിൽ 23 വർഷം കഴിഞ്ഞ് അതിന്മേൽ വിധി പറയുമ്പോൾ അതേ സമയം മരിച്ച ജോഗിയുടെ കാര്യത്തിൽ ഒരു പരാമർശം പോലും ആ വിധിയിൽ നടത്തപ്പെടുന്നില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായും ആദിവാസി സമൂഹത്തിൻ്റെ അസ്തിത്വത്തെ തന്നെ നിഷേധിച്ചുകൊണ്ടാണ് ആ വിധി പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോയി ഗീതാനന്ദൻ മാഷിനെയും കൂടെയുള്ള രമേശ്, അനിൽ, ബിനു എന്നിവരെയും കണ്ടിരുന്നു. ഗീതാനന്ദൻ മാഷിൻ്റെ മകൾ അശ്വിനിയും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതേപോലെ അനിലിൻ്റെ ഭാര്യ, അതേപോലെ രമേശിൻ്റെ ഭാര്യ ശാന്ത, മകൾ രേഷ്മ, ഇവരെല്ലാം ഒന്നിച്ചാണ് ഞങ്ങൾ കാണാൻ പോകുന്നത്. സത്യത്തിൽ ആലോചിച്ച് നോക്കേണ്ടത്, ഭൂമിക്ക് വേണ്ടിയുള്ള
ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രക്ഷോഭമായിരുന്നു മുത്തങ്ങ സമരം. തുടർച്ചയായി കേരളത്തിലെ ആദിവാസികൾക്ക് സർക്കാർ കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കാതെ വന്നപ്പോൾ അവസാനം ഗതികെട്ടാണ് മുത്തങ്ങ സമരത്തിന് ഗീതാനന്ദനും ജാനുവും ആദിവാസികളും നിർബന്ധിതരാകുന്നത്. ആ സമരത്തെ മുന്നിൽ നിന്ന് നയിച്ചതിൻ്റെ പേരിൽ വളരെ ക്രൂരമായ പോലീസിൻ്റെ നരവേട്ടയ്ക്ക് വിധേയനായ ഒരാളാണ് ഗീതാനന്ദൻ. വളരെ ക്രൂരമായ പൈശാചികമായ പീഡനം, ശാരീരികമായ മർദ്ദനം ജാനുവും ഗീതാനന്ദനും അനുഭവിച്ച കാര്യം നമുക്കെല്ലാം അറിയാവുന്നതാണ്. അങ്ങനെ പീഡനം അനുഭവിച്ച ഗീതാനന്ദൻ കഴിഞ്ഞ 23 വർഷക്കാലമായി മുത്തങ്ങ കേസിൽ പ്രതി ചേർക്കപ്പെട്ട മുഴുവൻ ആദിവാസികളുടെയും 10-35 അല്ലെ 50ഓളം പേർ പ്രതികളാക്കപ്പെടുന്നു. ആ പ്രതികളാക്കപ്പെട്ട മുഴുവൻ മനുഷ്യരുടെയും കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എറണാകുളത്തെ CBI കോടതിയിലാണ് വർഷങ്ങളോളം ആ കേസ് നടന്നത്. വയനാട്ടിൽ നിന്നും പാവപ്പെട്ട ആദിവാസികൾ, അന്നന്നത്തെ വകയില്ലാത്ത പട്ടിണി കിടക്കുന്ന ആദിവാസികളെ, അവരൊന്നും സംഘടിതരല്ല, മറ്റേതെങ്കിലും ഒരു സമൂഹത്തെ പോലെ അവർ ജീവിക്കുന്നവരല്ല, ചിതറി ഊരുകളിൽ ജീവിക്കുന്നവരാണ്. ആ മുഴുവൻ മനുഷ്യരെയും തേടിപ്പിടിച്ച് ഓരോ അവധിക്കും എറണാകുളത്ത് കൊണ്ടുവരിക, അത്തരം ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു നേതാവാണ് ഗീതാനന്ദൻ. അത് കഴിഞ്ഞു പിന്നീട് ഇപ്പോൾ കേസ് കൽപ്പറ്റയിലേക്ക് 2014 ശേഷമാണത് കൽപ്പറ്റ കോടതിയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇത്രയും കാലം ആദിവാസികളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ആ കേസ് നടത്തുകയും അവരുടെ കാര്യങ്ങളിൽ ഏർപ്പെടുകയും എന്തിന് ആദിവാസി കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ആദിശക്തി സമ്മർ സ്കൂൾ പോലുള്ള സംവിധാനങ്ങൾ തുടങ്ങി പാവപ്പെട്ട ആദിവാസി കുട്ടികളെ ഊരുകളിൽ നിന്നും വിളിച്ചുകൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണവും അവർക്ക് മറ്റ് പിന്തുണയും കൊടുത്തുകൊണ്ട് 24 മണിക്കൂറും പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു ആക്ടിവിസ്റ്റാണ് ഗീതാനന്ദൻ. ഒരുപാട് പേര് പഠിക്കുന്നത് അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ടാണ്. ഒരുപക്ഷെ ഗീതാനന്ദന്റെ ശ്രമഫലമായി ഇല്ലായിരുന്നുവെങ്കിൽ പല ആദിവാസി കുട്ടികളും പല ഊരുകളിൽ നിന്നും കോളേജ് കാണുമായിരുന്നില്ല. ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ PG ലെവലിൽ പലതരത്തിലും അവരിന്ന് പഠിക്കുന്നു. ഒപ്പം അദ്ദേഹം ഇന്ന് കേരളത്തിലെ ദളിത് ആദിവാസി സമരമുഖങ്ങളുടെ മുൻനിര നായകൻ എന്ന നിലയിൽ ഞാനടക്കമുള്ള അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഉണ്ട്. കേരളത്തിലെ 65ഓളം ദളിത് സംഘടനയുടെ ആദിവാസി സംഘടന കൂട്ടായ്മയാണ്. അതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു നേതാവാണ്. ഇപ്പോൾ ഈ വിധി വന്നു കഴിഞ്ഞപ്പോൾ ദുഃഖകരമായ കാര്യം, ഗീതാനന്ദൻ ഈ സമരത്തിന് പിന്തുണ കൊടുത്ത് അതിന് പ്രോത്സാഹനം കൊടുത്ത ആദിവാസി ദളിത് അവകാശങ്ങൾക്ക് നിലകൊള്ളുന്ന ഒരു പൊതുപ്രവർത്തകൻ ശിക്ഷിക്കപ്പെട്ട്, അതും കഠിന തടവാണ്. ജീവപര്യന്തം 5 വർഷം കഠിന തടവ്, 19 വർഷത്തെ ശിക്ഷ ആയിരുന്നു. അത് കഠിന തടവാക്കിയപ്പോൾ 5 വർഷം ശിക്ഷിക്കപ്പെട്ട ആ മനുഷ്യനും ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ ആ മകൾ പറയുകയായിരുന്നു, പലപ്പോഴും കുടുംബത്തെ പോലും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാതെയാണ് പൂർണ്ണ സമയം ഒരു പൊതുപ്രവർത്തകനായി ഗീതാനന്ദൻ കഴിയുന്നത്. ആ ഗീതാനന്ദൻ അടക്കമുള്ളവർ ജയിലിൽ കിടക്കുകയും എന്നാൽ ആദിവാസികളുടെ ഭൂമി അപഹരിച്ചവർ, ആദിവാസികൾ ഭൂമി കൊടുക്കാതെ അത് കൃത്യവിലോപം കാണിച്ചവർ, നിയമലംഘനം കാണിച്ചവർ, ഇവരൊക്കെ ഇവിടെ സ്വസ്ഥമായി വാഴുകയും ചെയ്യുന്നൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിധി അങ്ങേയറ്റം വിവേചനപരമായ ഏകപക്ഷീയമായ ഒരു വിധിയാണ്. ആ വിധി ആദിവാസികളോട് യാതൊരു നീതിയും പുലർത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഈ വിധി വന്ന സന്ദർഭത്തിലും ഒരുപക്ഷെ കേരളീയ സമൂഹം, ഒരുപക്ഷെ കേരളത്തിലെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പോലീസിന്റെ ക്രൂരമായിട്ടുള്ള അടിച്ചമർത്തലും ചോരയും തീയും ഒക്കെ ഒരേ സമയം വെച്ചാൽ ഒരിക്കലും നമുക്ക് കാണാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഒരു രംഗങ്ങളാണ് അന്ന് പല ചാനലുകളിലും ഒക്കെ പുറത്തു വന്നിട്ടുള്ള ചിത്രങ്ങളും. ഗീതാനന്ദനെ പോലത്തെ ഒരു മനുഷ്യൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു എന്നുള്ളതിനുള്ള തീരെ അതൊരു വിഷയം, ഒരു ചർച്ച പോലും ആവാത്തൊരു സാഹചര്യം. എങ്ങനെയാണ് അതിനെ നമുക്ക് വിലയിരുത്താനാവുക? പറഞ്ഞതുപോലെ മുത്തങ്ങ സംഭവം സത്യത്തിൽ കേരളത്തിലെ ആദിവാസികൾ, കേരള സമൂഹത്തിൽ ഏറ്റവും ഇന്ന് മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വിധേയരാകുന്നവരും നീതി നിഷേധിക്കപ്പെടുന്നവരുമായ ഏറ്റവും മാർജിനലൈസ്ഡായിട്ടുള്ള സമൂഹമാണ് ആദിവാസികൾ. അവരുടെ പട്ടിണി മരണങ്ങളുടെ കാര്യമെടുത്താൽ, അവിവാഹിതരെ അമ്മമാരുടെ പേരിൽ അവരനുഭവിച്ച ചൂഷണങ്ങളുടെ കഥയെടുത്താൽ, അട്ടപ്പാടിയിലും അഗളിയിലും വയനാട്ടിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ചൂഷണങ്ങൾ, രോഗങ്ങളോട് മല്ലിടുന്ന അവസ്ഥ, ഒരു തുണ്ട് ഭൂമി പോലുമില്ലാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ആഹാരം മോഷ്ടിക്കേണ്ടി വരുന്ന അട്ടപ്പാടിയിലെ മധു അടക്കം ആദിവാസി ജീവിതത്തിൻ്റെ നേർചിത്രങ്ങളാണ്. അങ്ങനെയുള്ളൊരു ജനതയാണ് നിരന്തരമായി അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ. ഇപ്പോൾ 1975 അരനൂറ്റാണ്ട് കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിലെ നിയമസഭ ഐക്യകണ്ഠേന പാസ്സാക്കിയൊരു നിയമമാണ് ആദിവാസികളുടെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ലാൻഡ് എലിനേറ്റഡ് റീസ്റ്റോറേഷൻ ആക്ട്. ഇത് അരനൂറ്റാണ്ട് പിന്നിട്ടിട്ടും ആ ആക്ട് ഇന്ന് എവിടെയാണ്? അത് നടപ്പിലായില്ല. അതൊരു വഞ്ചനയായിരുന്നു യഥാർത്ഥത്തിൽ. അതിൻ്റെ പിന്നാലെയാണ് ആൻ്റണി ഗവൺമെൻറ് യഥാർത്ഥത്തിൽ കുടിൽകെട്ടി സമരം പോലുള്ള സമരങ്ങൾ ആദിവാസികൾ നടത്തി.
ജാനുവിൻ്റെയും ഗീതാനന്ദിൻ്റെയും വ്യത്യസ്തമായ ആദിവാസി ഗ്രൂപ്പുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ സംയുക്തമായി അവർ നടത്തിയ നിരന്തരമായ പ്രക്ഷോഭങ്ങളുടെ ഫലമായിട്ടാണ് അവസാനം 2001 AK ആൻ്റണി സർക്കാർ കരാറുണ്ടാക്കുന്നത്. ആ കരാറിന് മുമ്പ് നമുക്കറിയാം നയനാറിൻ്റെ കാലത്ത് 99 EK നയനാർ കേരള മുഖ്യമന്ത്രിയുടെ സമയത്ത് പഴയ നിയമം നടപ്പിലാക്കുക സാധ്യമല്ല. നഷ്ടപ്പെട്ട ഭൂമി എടുക്കുക എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് ഭൂമിയാണ്. ആദിവാസികൾ തലമുറകളായി കൈവശം വെച്ച ഭൂമി എന്ന് പറയുന്നത് 1 ഏക്കർ 2 ഏക്കർ ഒന്നുമല്ല. ഒരുപക്ഷെ ഹെക്ടർ കണക്കിന് ഭൂമി ആ റീസ്റ്റോറേഷൻ ആക്ട് നടപ്പിലായാൽ ആദിവാസികൾക്ക് ഹെക്ടർ കണക്കിന് ഭൂമി കൊടുക്കണമായിരുന്നു. അത് കൊടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല. അപ്പോൾ അത് അസാധ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നയനാർ സർക്കാരിൻ്റെ കാലത്ത് പകരം ഭൂമി വാഗ്ദാനം ചെയ്യുന്നത്. പകരം ഭൂമി എന്ന് പറയുന്നത് 1 ഏക്കർ മുതൽ 5 ഏക്കർ വരെ പകരം ഭൂമി കൊടുക്കാം എന്ന വാഗ്ദാനം കൊടുത്തിട്ട് ആ വാഗ്ദാനം നയനാറിൻ്റെ കാലത്ത് പാലിച്ചില്ല. അത് നടപ്പിലാക്കാതെ വന്നപ്പോഴാണ് ആദിവാസികൾ ഭൂമിക്ക് വേണ്ടിയുള്ള അവരുടെ മാത്രമല്ല ആ ഒരു നിയമം പാസ്സാക്കുക എന്നുള്ളത് തന്നെ കടുത്ത ആദിവാസി വഞ്ചനയായിരുന്നു. തീർച്ചയായിട്ടും അത് തിരിച്ചറിഞ്ഞത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു KR ഗൗരിയമ്മ മാത്രമാണ് അതിനെതിരായിട്ട്. ഇത് ആദിവാസികളെ പറ്റിക്കലാണ് എന്നുള്ള തിരിച്ചറിവോട് കൂടി അവർ മാത്രമാണ് അതില്. തീർച്ചയായിട്ടും ഗൗരിയമ്മ മാത്രമാണ് യഥാർത്ഥത്തിൽ അന്ന് ആദിവാസികൾക്ക് വേണ്ടി നിൽക്കാൻ ആത്മാർത്ഥത കാണിച്ച ഒരേ ഒരാൾ കേരള നിയമസഭയിൽ ഗൗരിയമ്മയായിരുന്നു. പിന്നീട് അവസാനം ആന്റണി സർക്കാർ വരും 2001. ആ സമയത്താണ് കുടികെട്ടി സമരവും അതുപോലുള്ള നിരന്തരമായ സമരങ്ങൾ നടക്കുന്നത്. ആ സമരത്തിൻ്റെ ഭാഗമായി നടന്ന ചർച്ചയിലാണ് AK ആന്റണി കൊടുത്ത ഉറപ്പ് ആദിവാസി കരാറുണ്ടാകുന്നത്. 2001 ഗവൺമെൻറ്റുമായി നടത്തിയ ആദിവാസി കരാറിൽ സർക്കാരിൻ്റെ വാഗ്ദാനമായിരുന്നു അവർക്ക് ഭൂമി കൊടുക്കാം, ഏറ്റവും ചുരുങ്ങിയത് 1 ഏക്കർ എങ്കിലും ഭൂമി കൊടുക്കാം, 5 ഏക്കർ ഭൂമി കൊടുക്കാമെന്ന്. ആ കൊടുക്കാമെന്ന് പറഞ്ഞ വാഗ്ദാനം എവിടെയാണ് പാലിച്ചത്? ആറളത്തും മറ്റു പല സ്ഥലത്തും ഇങ്ങനെ മുറിച്ച് ചില ഭൂമി കൊടുത്തതല്ലാതെ യഥാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് ആദിവാസികൾക്ക് അർഹതപ്പെട്ട ഭൂമി അവർക്ക് കിട്ടിയില്ല. ഈ വഞ്ചനയ്ക്കെതിരെയാണ് അവർ മുത്തങ്ങയിൽ അവസാനം നിവൃത്തിയില്ലാതെ സമരത്തിന് തയ്യാറാകുന്നതും മുത്തങ്ങ പ്രക്ഷോഭം നടക്കുന്നതും. പക്ഷേ ആ മുത്തങ്ങ പ്രക്ഷോഭം നടത്തിയപ്പോൾ എങ്ങനെയാണ് വേട്ടയാടിയത്? നമുക്കറിയാം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ സാധാരണ ഹൊറർ സിനിമയിൽ കാണുന്നതിനേക്കാൾ ഭീകരമായിട്ടാണ് പോലീസ് യാതൊരു പ്രകോപനവും ഇല്ലാതിരുന്നിട്ടും ആദിവാസികളെ ക്രൂരമായി വേട്ടയാടിയത്. ടിയർ ഗ്യാസ് ഉപയോഗിച്ചു, വലിയ ഗുരുതരമായ ലാത്തി പ്രയോഗങ്ങൾ, ബലപ്രയോഗങ്ങൾ, അക്രമങ്ങളുണ്ടായി. ഈവൻ തോക്കുപയോഗിച്ച് ആദിവാസികരെ വെടിയുതിർത്തു. ആർക്കെതിരെയാണ്? പാവപ്പെട്ട കുട്ടികൾ, സ്ത്രീകൾ, അതേപോലെ പ്രായവൃദ്ധരുമൊക്കെ അടങ്ങുന്നവരാണ്. ഈ സമരത്തിന് ആദിവാസികൾ തിരഞ്ഞെടുത്തത് നമുക്കറിയാം. ഗോത്ര മഹാസഭ ഒക്കെ തിരഞ്ഞെടുത്ത സമരം നടത്തിയത്. ആ സമരത്തിൽ തിരഞ്ഞെടുത്തത് അവർ റിസർവ്ഡ് ഫോറസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് യാതൊരു വിധമായ ഡിസ്റ്റർബൻസും ഇല്ലാത്ത വനഭൂമിയിൽ നടത്തിയൊരു സമരമാണ്. എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി, ധാർമ്മിക മനസ്സാക്ഷി ഉണർത്താൻ വേണ്ടിയുള്ള ഒരു പ്രൊട്ടസ്റ്റ് എന്നതിനപ്പുറം ഒരു വയലൻസും അവർ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ ഈ കോടതി വിധിയിലടക്കം എന്താ പറയുന്നത്? ആദിവാസികൾ ഏതെങ്കിലും അക്രമം നടത്താൻ അവർ ഉദ്ദേശിച്ചില്ല എന്നും ന്യായമായ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് അവർ നടത്തിയത് എന്ന് കോടതി വിധിയിൽ പോലും പരാമർശിക്കുന്നുണ്ട്. അങ്ങനൊരു സമരമായിരുന്നു. ഏകപക്ഷീയമായി എന്തിനാണ് അവർ ഇത്തരത്തിൽ ഭീകരമായി വേട്ടയാടിയത്? ആ വേട്ടയാടലിൻ്റെ ദൃശ്യം നമുക്കറിയാം, ഇപ്പോഴും വീഡിയോ ലഭ്യമാണ്. പൂർണ്ണമായി നോക്കിയിരിക്കാൻ സാധിക്കരുത്. ഹൃദയഭേദകമായ അക്രമമാണ്. നമുക്കറിയാം 2003 തന്നെ സംഭവസ്ഥലം സന്ദർശിച്ച ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമുണ്ട്. അവരുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥലം സന്ദർശിച്ചിട്ട് അവർ ശുപാർശ ചെയ്തത് 200ഓളം ആദിവാസികൾ വളരെ ക്രൂരമായ പോലീസ് വേട്ടയ്ക്ക് വിധേയരായി അംഗവൈകല്യം സംഭവിക്കുകയോ അവർ മർദ്ദനമേൽക്കുകയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഈ അക്രമത്തിന് വിധേയരായവരെ സംബന്ധിച്ച് അന്വേഷിക്കണം. അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞതാണ്. പലരും നാടുവിട്ടു പോയി. ആ സമരത്തിൻ്റെ ഭാഗമായി നമുക്കറിയാവുന്നത് പ്രമാദമായ കേസിൽപ്പെട്ടവർ തന്നെ, ഇത് പ്രതികളാക്കപ്പെട്ടവർ തന്നെ 15ഓളം പേര് ഈ 23 വർഷത്തിനിടയിൽ മരിച്ചു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ കുടുംബങ്ങൾ അനാഥമായി. ഈ മരിച്ചവരിൽ പലരും പോലീസിൻ്റെ ഭീകരമായ മർദ്ദനമേറ്റവരാണ്, രോഗം പിടിച്ചവരാണ്, അംഗവൈകല്യം സംഭവിച്ചവരാണ്. ആ മരിച്ചവർക്ക് വല്ല നഷ്ടപരിഹാരം ഉണ്ടായോ? അവരോട് എന്ത് നീതിയാണ് കേരള സമൂഹവും ഈ ഭരണകൂടവും നടത്തിയത്? വിധിയിലും അതിന് പരാമർശമില്ല. മറ്റൊന്ന്, അല്ലാതെയുള്ള കണക്കുകൾ, മറ്റ് കേസുകളിലും അല്ലാതെയും മറ്റൊരു 10-30 പേരും ഈ സമരത്തിൽ പങ്കെടുത്തവർ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു 40-50 പേര് മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്തവർ മരിച്ചു പോയിരിക്കുന്നു, അംഗവൈകല്യം സംഭവിച്ച് അവരുടെ ജീവിതം അവസാനിച്ചിരിക്കുന്നു. അതേപോലെ പലരും അപ്രത്യക്ഷമായി, കുട്ടികളടക്കം കാണാനില്ല. ഇതിനിടയിൽ ഒരു കാര്യമുള്ളത്, മനുഷ്യാവകാശ കമ്മീഷൻ സാക്ഷ്യപ്പെടുത്തിയ ഒരു കാര്യമാണ്, ധാരാളം സ്ത്രീകൾ ഈ മുത്തങ്ങ സംഭവത്തിൻ്റെ ഭാഗമായി ലൈംഗികമായ അതിക്രമങ്ങൾക്ക് പോലീസിനാൽ വിധേയരായിട്ടുണ്ട്. ഇതൊന്നും തന്നെ അന്വേഷിച്ചിട്ടില്ല, ഇതൊന്നും പരാമർശിക്കാതെയാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ ക്രൂരമായൊരു സമീപനമാണ്. പക്ഷേ കേരള സമൂഹം ഈ വിഷയങ്ങളെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു
നീതി നിഷേധം അരങ്ങേറുകയും 23 വർഷക്കാലം നീതിക്കായി ആദിവാസികൾ കാത്തിരിക്കുകയും അവസാനം ഒരു വിധി വരുമ്പോൾ മരിച്ച രോഗിക്കടക്കം നീതി കിട്ടാതെ, ഈ ആദിവാസികൾക്കൊന്നും നീതി കിട്ടാതെ വളരെ ക്രൂരമായ മർദ്ദനമേറ്റ ആദിവാസികൾ മനുഷ്യരല്ലേ, അവരെ തല്ലിയ, അവരെ കൊന്ന, അവരെ വേട്ടയാടിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നേരെ പോലും ഒരു നടപടിയുമില്ല. അവർക്ക് നഷ്ടപരിഹാരവുമില്ല മർദ്ദനമേറ്റവർക്ക്. നേരെ മറിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് മർദ്ദനമേറ്റു പോലീസുകാരെന്ന് പറഞ്ഞിട്ട് അവർക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് അവർക്ക് ലക്ഷങ്ങൾ കൊടുക്കാൻ ശുപാർശ ചെയ്യുന്ന നഷ്ടപരിഹാരം കൊടുക്കാൻ വിധി പറയുകയാണ്. അപ്പോൾ ഇതിനെതിരെ കേരള സമൂഹം പാലിക്കുന്ന മൗനം കേരളത്തിലെ ആദിവാസികളോടുള്ള കേരളീയ സമൂഹം പുലർത്തുന്ന ആദിവാസി വിരുദ്ധമായ വംശീയമായ ജാതി മനോഭാവത്തിൻ്റെ തെളിവാണ്. നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇത് ചർച്ചയായില്ല, അന്തിച്ചർച്ചയായില്ല. അവർക്ക് പ്രൈം ടൈം ഡിസ്കഷനിലേക്ക് ഈ വിഷയം പോയില്ല. അതേപോലെ കേരളത്തിലെ പത്രങ്ങളൊന്നും തന്നെ ഇതിന്മേൽ കാര്യമായ ലേഖനങ്ങളോ അതുമല്ലെങ്കിൽ വാർത്തകളോ കൊണ്ടുവന്നില്ല. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ UDF ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആന്റണി സർക്കാരാണ്, ആ കാലഘട്ടത്തിലാണ് ഈ പോലീസ് വേട്ട ഉണ്ടാകുന്നു, മുത്തങ്ങ സമരം ഉണ്ടാകുന്നു, ഈ പറയുന്ന വെടിവെപ്പിൽ അത്തിച്ചാർജും ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്കറിയാം UDF ഭരിക്കുന്ന സമയത്ത് ഈ ഒരു വിധി വരുമ്പോൾ കേരളത്തിലെ LDF എവിടെയാണ്, ഇടതുപക്ഷം എവിടെയാണ്? എന്തുകൊണ്ടാണ് ഇടതുപക്ഷ പാർട്ടികൾ ആരും തന്നെ ഈ വിഷയത്തിൽ ഒരക്ഷരം പോലും ഉരിയാടാതിരുന്നത്? മുത്തങ്ങ സംഭവത്തെ തന്നെ ആസ്പദമാക്കി യോഗിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ആദിവാസികളെ സംഘടിപ്പിച്ച് വയനാട്ടിൽ AKS അഥവാ ആദിവാസി ക്ഷേമ സഭ ഉണ്ടാക്കിയ CPM. ആ CPMൻ്റെ AKS മിണ്ടിയോ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുവെ കണ്ണടച്ചു. കേരളത്തിലെ സാംസ്കാരിക നായകന്മാരും മനുഷ്യാവകാശ പ്രവർത്തകരും മാധ്യമങ്ങളും അടക്കം ആദിവാസികളുടെ കാര്യത്തിൽ, മുത്തങ്ങയുടെ കാര്യത്തിൽ കാണിക്കുന്നത് കുറ്റകരമായ നിഷേധാത്മകമായ മൗനമാണ്. അതിന് യാതൊരു ന്യായവുമില്ല. അപ്പോൾ ജോഗി അണ്ണൻ്റെ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതിനും ഒരുപക്ഷെ വിനോദ് കൊല ചെയ്യപ്പെട്ടതിനും ഒക്കെ ധാരാളം സാക്ഷികളോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാവാം. പക്ഷേ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു എന്നും അതുകൊണ്ട് വെടിവെപ്പ് എന്നുള്ളത് പോലീസിൻ്റെ ഒരു സ്വാഭാവിക ക്രമസമാധാന പാലന പ്രക്രിയയാണ്, കൊലയായിട്ട് അതിനെ കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ കൊലയാളികളായിട്ട് പോലീസിനെ കാണാൻ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ CBI സമർപ്പിച്ചിട്ടുള്ളത്. കോടതി അത് അംഗീകരിക്കണം ചെയ്തിട്ടില്ല. വാസ്തവത്തിൽ ഇത് ഒരു നിലയ്ക്കും ഇത് നീതിയേ അല്ല. എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ ഇനി എങ്ങനെ ആയിരിക്കും പിന്നെ മുന്നോട്ട് സമരസമിതി മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനകത്തൊരു അനീതി നോക്കണം. ഒരു ഡബിൾ സ്റ്റാൻഡേർഡാണ് ഇക്കാര്യത്തിൽ കാണിക്കുന്നത്. സത്യത്തിൽ CBIയുടെ അന്വേഷണത്തിൽ ഈ രോഗിയുടെ കൊലപാതകവും ഒരേപോലെ പ്രാധാന്യം പിടിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു സമരം, ആ സമരഭൂമിയിൽ 100 മീറ്റർ വ്യത്യാസത്തിൽ മാത്രം പോലീസുകാരനായ വിനോദ് മരിക്കുന്നു. അതേ സന്ദർഭത്തിൽ തന്നെ വെടിയേറ്റ് രോഗി മരിക്കുന്നു. ഈ വിഷയത്തിന്മേൽ സ്വാഭാവികമായ ഒരു അന്വേഷണം നടക്കുമ്പോൾ ജനാധിപത്യപരമായ ഒരു മര്യാദ എന്താണ്? അല്ലെ നമ്മുടെ നീതിബോധത്തിൻ്റെയും നമ്മുടെ ജുഡീഷ്യൽ ക്രമങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്ന തുല്യതയാണല്ലോ. നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണെങ്കിൽ ഒരേ സമയത്ത് കൊല ചെയ്യപ്പെട്ട രോഗിയുടെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് ഒരു അന്വേഷണം ഉണ്ടായില്ല? ഇത് തീർച്ചയായും കേരളത്തിലെ ഭരണകൂടം പ്രതിക്കൂട്ടി തന്നെയാണ്. കാരണം രോഗിയുടെ കൊലപാതകം അന്വേഷിക്കാൻ ഉത്തരവാദികൾ സ്റ്റേറ്റാണ്. കാരണം സ്റ്റേറ്റാണ് അന്വേഷണത്തിന് തീരുമാനമെടുക്കുന്നത്. CBIക്ക് ഈ അന്വേഷണം കൈമാറി. ഇതിനകത്ത് CBI എന്തുകൊണ്ട് രോഗിയുടെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം CBIക്കല്ല. കാരണം CBIക്ക് ഈ കേസ് എങ്ങനെ അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് ടേംസ് ഓഫ് റെഫറൻസ് തീരുമാനിച്ചു കൊടുക്കേണ്ടത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പായിരുന്നു, കേരളത്തിലെ ഗവൺമെൻറ് ആയിരുന്നു. പക്ഷേ രോഗിയുടെ കാര്യത്തിൽ ആ ടേംസ് ഓഫ് റെഫറൻസിൽ രോഗി ഉണ്ടായില്ല എന്നതാണ്. പകരം പോലീസുകാർക്കെതിരെ ആദിവാസികൾ അക്രമം നടത്തി ഏകപക്ഷീയമായി എന്ന് പറഞ്ഞ് അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ കുറ്റം ആരോപിക്കപ്പെടുകയും ചാർജ് ചെയ്യപ്പെടുകയും അങ്ങനെ അന്വേഷിക്കപ്പെടുകയും ചെയ്യുന്നത്. കേസ് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ചാർജ് ചെയ്യപ്പെട്ടത്. കേസ് പോലീസുകാർക്കെതിരെ ആദിവാസികൾ നടത്തിയ അക്രമം എന്ന്. ആദിവാസികൾ പോലീസുകാരെ ആക്രമിക്കണമെങ്കിൽ അവർ ഒരു പോലീസ് സ്റ്റേഷനിലേക്കല്ലേ പോകേണ്ടത്? ഈ മുത്തങ്ങ റിസർവ് ഫോറസ്റ്റിൽ പോലീസുകാരില്ലല്ലോ. അവരെ അന്വേഷിക്കാൻ അവർ പോയി എന്ന് പറയുമ്പോൾ പോലീസുകാരില്ല, വനപാലകർ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള സംഗതി. അതാണ് എൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ പിന്നെ ഇത് എങ്ങനെയാണ് പോലീസ് അങ്ങോട്ട് തീരുമാനമെടുത്തിട്ട് അന്നത്തെ വനം വകുപ്പ് കൈകാര്യം ചെയ്തവരും ഒക്കെ അതിൽ കൃത്യമായ ഉത്തരവാദികളാണ്. ആ നിലയ്ക്ക് ആദിവാസികളല്ലേ, അവർ സമരം ചെയ്യേണ്ടതില്ല, അവർക്കതിനുള്ള അവകാശമില്ല എന്ന നിലയിൽ ഏകപക്ഷീയമായി അവരെ അടിച്ചോടിക്കാനും തല്ലിക്കൊല്ലാനുമാണ് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് അതുണ്ടായത്. ഇനി ഞാൻ പറയുന്നത്, ഈ വിഷയം കേസ് അന്വേഷിച്ചപ്പോൾ ഒരു FIR എടുത്തു എന്നത് ശരിയാണ്. ആ FIR എടുത്തു യോഗി. അതെങ്ങനെയാണ് FIRൽ പരാമർശിച്ചത്? അസ്വാഭാവികമായ മരണമെന്നാണ്. രോഗി മരിച്ചത് പോലീസിൻ്റെ അക്രമത്താലാണ്.
വെടിയേറ്റ് മരിച്ചതാണ്. മരിച്ചു. പക്ഷെ ആര് വെടിവെച്ചു, അതിന് ഉത്തരവാദിയായ പോലീസ് ഓഫീസർ ആരാണ് എന്ന നിലയിലൊക്കെയുള്ള അന്വേഷണം വരേണ്ടതിന് പകരം അസ്വാഭാവിക മരണത്തിന് ഒരു കേസ് വെറുതെ രജിസ്റ്റർ ചെയ്യുകയും ആ കേസ് ഒട്ടും പോലും പിന്നെ മുന്നോട്ട് പോയില്ല. CBI ഒട്ടും പോലും അതിനെ മുന്നോട്ട് പോകാതെ എവിടെയോ ഉപേക്ഷിക്കുകയോ അത് ക്ലോസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. ആ ക്ലോസ് ചെയ്തതിൻ്റെ വിവരങ്ങൾ പോലും ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിലില്ല. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ വിധി വന്നപ്പോഴുള്ള ഈ പൊതുസമൂഹത്തിന്റെ മൗനത്തെക്കുറിച്ച് നമ്മൾ പറയണ്ടായി. മുത്തങ്ങ സമരം നടക്കുന്ന സമയത്തും മുത്തങ്ങ സമരത്തിനെതിരായിട്ട് ഒരു കൂട്ടം പരിസ്ഥിതി പ്രവർത്തകര്, അതുപോലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, CPM അടക്കമുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ UDF അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണയോ അല്ലെങ്കിൽ മുഖ്യധാര പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഭാഗത്തു നിന്നുള്ള അവരെല്ലാവരും ഈ സമരത്തെ എതിർക്കുന്ന ഒരു രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത്. ഇപ്പോഴും അതേ നില തുടരുന്നു, അല്ലെങ്കിൽ ഈ വിധി വന്നപ്പോഴും അതേ മനോഭാവമാണ് പൊതുസമൂഹത്തിനുള്ളത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് ശരിക്കും പറഞ്ഞാൽ കേരളീയ പൊതുസമൂഹം ആദിവാസികളോട് എടുക്കുന്ന ഒരു സമീപനം? കേരള സമൂഹത്തിൻ്റെ ആ ഒരു ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു വംശീയമായ ആദിവാസികളെ മനുഷ്യരായി പരിഗണിക്കേണ്ടതില്ല എന്ന് പറയുന്ന, ആദിവാസികളുടെ ക്ലെയിമുകൾ നമ്മൾ നോക്കേണ്ടതില്ല എന്ന ഒരു മനോഭാവം ഒരു വംശീയ മനോഭാവമാണ്. അത് നമ്മൾ മുത്തങ്ങ കാര്യത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞ അട്ടപ്പാടി മധുവിൻ്റെ വിഷയത്തിൽ എന്തായിരുന്നു? എങ്ങനെയാണ് പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യൻ ആഹാരം തേടി ചെല്ലുമ്പോൾ അയാളെ കൂട്ടം കൂടി തല്ലിക്കൊല്ലുന്ന ഒരു വിഷയം കേരളത്തിൽ വലിയ പ്രശ്നമായില്ല. കേരളത്തിലെ മനസാക്ഷി ഉണർന്നില്ല. നമുക്കറിയാം, ഒറ്റപ്പെട്ട എത്രയോ സംഭവങ്ങളിൽ ഇന്ത്യയുടെ പൊതുമനസാക്ഷി ഉണർന്നിട്ടുണ്ട്. അത് പക്ഷേ ഒരു ആദിവാസിയാകുമ്പോൾ വേറൊന്നാണ്. ഇപ്പോൾ ഉദാഹരണം ചേർത്ത് പറയാവുന്നതല്ലെങ്കിലും ഡൽഹിയിലൊരു വരേണ്യവർഗത്തിൽപ്പെട്ട ഒരു കുട്ടി ബലാത്സംഗം ചെയ്യപ്പെടുമ്പോൾ ഇന്ത്യ ഒട്ടുക്കും മെഴുകുതിരി കത്തുന്നു, ഇന്ത്യ മുഴുവൻ കരയുന്നു. നേരെ മറിച്ച് ഹദ്രാസിലെ ഒരു ദലിത് പെൺകുട്ടി UP-യിൽ ഇതേപോലെ ഭീകരമായി വേട്ടയാടപ്പെട്ട് അവളെ തീ വെച്ച് കൊല്ലുമ്പോൾ അത് ഇന്ത്യയുടെ പ്രതിഷേധമായി മാറുന്നില്ല. അതിലിടപെടുന്നവരെ പോലും അന്വേഷിച്ചിരുന്ന പത്രപ്രവർത്തകനെ സിദ്ദീഖാപ്പനെ വേട്ടയാടിയ ഒരു നാടാണ് നമ്മുടേത്. അപ്പോൾ ആദിവാസികളുടെ സമയത്ത് ഗോത്രഭൂമിയിൽ ഇപ്പോൾ ആദിവാസികൾ ഉത്തരേന്ത്യയിൽ മധ്യപ്രദേശിലും മറ്റും നടത്തുന്ന വലിയ വലിയ പ്രക്ഷോഭങ്ങളുണ്ട്. ആ പ്രക്ഷോഭങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത് നമ്മൾ കാണുന്നില്ലേ മീഡിയയിൽ? അവരുടെ ഭൂമി വലിയ വികസനത്തിൻ്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആദിവാസികൾ അവരുടെ എല്ലാം നഷ്ടപ്പെടുമ്പോൾ അവരുയർത്തും സമരത്തെ ഭൂമിയിൽ നിന്ന് സ്ത്രീകളെ അടക്കം അമ്മമാരെ അടക്കം വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന പോലീസ് കാഴ്ചയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ മുത്തങ്ങ സംഭവത്തിൽ കേരളം പറയുന്ന ഒരു മാനവീയത, കേരളം പറയുന്ന നവോത്ഥാനാനന്തര മൂല്യങ്ങൾ, ഇതെല്ലാം വെറും പൊള്ളയാണെന്ന് തെളിയിക്കുന്ന ഒന്നാണ് ഈ മുത്തങ്ങ വിഷയത്തിലും ആദിവാസി വിഷയങ്ങളിലും കേരളം കാണിച്ചിട്ടുള്ള മൗനമെന്ന് പറയുന്നതിന് യാതൊരു വിധമായ ന്യായവുമില്ല. കേരളത്തിൽ ഒരു രാഷ്ട്രീയ അമ്പ പറഞ്ഞതുപോലെ ഒരു പാർട്ടികൾക്കും ഇത് ഉന്നയിച്ചിട്ടില്ല. ഈ വിധി തന്നെ വന്നല്ലോ. ഗീതാനന്ദനെ പോലൊരു പൊതുപ്രവർത്തകൻ ജയിലിൽ കിടക്കേണ്ട ഒരാളാണ്. അദ്ദേഹം ഈ ഏറ്റവും പുതിയൊരു ഗവൺമെൻറ് വരുന്നു. ആ ഗവൺമെൻറ് മുമ്പിൽ പോലും ആദിവാസി കുട്ടികളുടെ ഗ്രാൻറ്റുകളുടെ പ്രശ്നം ഉയർത്തിയ ഒരാളാണ്. അത് ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ പ്രക്ഷോഭരംഗത്ത് വന്നവരാണ്. ADF ആണെങ്കിൽ സംഘടനകൾ ഒന്നായിട്ട്. അതേപോലെ ആദിവാസി കുട്ടികൾക്ക് കിട്ടേണ്ട ഗ്രാൻറ്റുകൾ ലക്ഷക്കണക്കിന് രൂപ അവർക്ക് കൊടുക്കാതെ വന്നു. നമുക്കറിയാമല്ലോ, 377 കോടി രൂപയാണ് കുടിശ്ശിക വരുത്തിയത്. 500 കോടി രൂപയാണ് CPTSP ഫണ്ട് നഷ്ടം വരുത്തിയത് മുൻകാല സർക്കാർ. അതിനൊക്കെതിരെ ഒരു പക്ഷേ ഏറ്റവും ശക്തമായി നിലപാടെടുക്കുകയും പ്രതികരിക്കുകയും അവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നൊരു മനുഷ്യനെ പിടിച്ച് അകത്തിടുമ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ എന്താണ് കേരളത്തിലെ മാധ്യമം കഴിയാത്തത്? ഇവിടെ മന്ത്രവാദികൾ ആരെങ്കിലും മന്ത്രവാദം നടത്തി കൊല്ലുമ്പോഴും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കൊച്ചു കൊച്ചു മൈനർ ഇഷ്യൂസൊക്കെ നമ്മുടെ വലിയ ഡിസ്കഷൻസായി മാറുകയും ലേഖന പരമ്പരകൾ പത്രങ്ങളിൽ അതിനുവേണ്ടി അവർ അങ്ങനെ പത്രക്കോളങ്ങൾ മാറ്റിവെക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതേപോലൊരു പൊതുപ്രവർത്തകനെ ഇന്ന് ജയിലിലടയ്ക്കുകയും ആദിവാസി സമൂഹത്തെ മുഴുവൻ ഇന്ന് ഇതേപോലെ മറച്ചു പിടിച്ച് അവർക്ക് നീതി നിഷേധിക്കുമ്പോൾ കേരളം കാണിക്കുന്ന ഈ മൗനത്തിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഇപ്പോഴും കേരളം ചാതുർവർണ്ണ്യത്തിൻ്റെയും ജാതിയുടെയും വംശീയതയുടെയും തടവറയിൽ തന്നെയാണ് എന്നാണ് ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 23 വർഷമായി മുത്തങ്ങ സമരം കഴിഞ്ഞിട്ട് ഭൂമിക്കായിട്ട് ഒരു പക്ഷേ ആദിവാസി ഭൂപ്രശ്നം കേരളീയ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമായിരുന്നു മുത്തങ്ങ സമരം. അത് കഴിഞ്ഞ് നമുക്കറിയാം, ഇപ്പം അടുത്ത കാലത്താണ് നിലമ്പൂര് ആദിവാസി ഗോത്ര നേതാവായിട്ടുള്ള ഭൂസമര നേതാവായിട്ടുള്ള ബിന്ദു വൈലാശ്ശേരി അവര് 10.5 മാസം പട്ടിണി സമരം നടത്തി. 10.5 മാസം പട്ടിണി സമരം നടത്തിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കരാറാണ് അവർക്ക് ഒരേക്കർ ഭൂമി എന്നുള്ളത്. ഒരേക്കർ ഭൂമിയിൽ നിന്നും കുറഞ്ഞ് 50 സെന്റ് ഭൂമി എന്നുള്ള രീതിയിലേക്ക് ഒത്തുതീർപ്പ് എത്തി. പക്ഷെ അതുപോലും ഇത്രയും കാലമായിട്ട് നടപ്പാക്കപ്പെട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ നീണ്ട കാലം 23 വർഷം ചെറിയല്ല, ഒരു 4 നൂറ്റാണ്ട് കാലത്തെ
ആദിവാസികളുടെ പോരാട്ടം, ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇപ്പോഴും എവിടെയും എത്താതെ നിൽക്കുന്നു. സുപ്രീം കോടതി വിധിയുണ്ട്, അതുപോലെ ധാരാളം നിയമങ്ങളുണ്ട്, 5-ാം പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന നിരവധി കാര്യങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ ആദിവാസികൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ കേരളം ഇപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ഈ വിധി, അതുപോലെ ഈ കേസിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നു, അതുപോലെ ഈ പ്രശ്നങ്ങളോട് എങ്ങനെയാണ് ഇപ്പോൾ താങ്കളെ പോലെയുള്ള ഈ പ്രവർത്തകരെ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളിപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിൻ്റെ അതിൻ്റെ ജനറൽ കൺവീനറാണ് ഗീതാനന്ദൻ. ഒപ്പം അദ്ദേഹം കേരളത്തിലെ വ്യത്യസ്തമായ ദളിത് ആദിവാസി സംഘടനകളുടെയൊക്കെ തന്നെ മുൻനിര ലീഡർ എന്ന നിലയിൽ ഇത് കേരളത്തിലെ എല്ലാ ദളിത് ആദിവാസി സംഘടനകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ ഒരു പ്രക്ഷോഭത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയാണ്. ഒന്നാമതായി ഗീതാനന്ദനെ അതേപോലെ സഹപ്രവർത്തകർക്കും നീതി ലഭിക്കണം. അവർക്ക് എത്രയും വേഗം അപ്പീൽ കിട്ടി അവരെ പുറത്തു കൊണ്ടുവരാൻ, അവർക്ക് ജാമ്യം കിട്ടി പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള നിയമ നടപടികൾക്ക് ഞങ്ങൾ തുടക്കം കുറിച്ചു. പ്രമുഖരായ ഒരു ക്രിമിനൽ അഭിഭാഷകൻ മുഖാന്തരം കേരള ഹൈക്കോടതിയിൽ അപ്പീൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് മിക്കവാറും ഈ ദിവസങ്ങളിൽ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് അത് വാദം കേൾക്കുകയും ജാമ്യം കിട്ടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ആ ജാമ്യം കിട്ടുന്നതിനോടൊപ്പം ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ജോഗിയുടെ കൊലപാതകം, അതൊരു കൊലപാതകമാണ്, കൃത്യമായ മർഡറാണ്. അത് പുനരന്വേഷണം നടത്തണം. അത് പുനരന്വേഷണം നടത്താൻ സർക്കാർ അതിന് പറ്റിയ ഏജൻസിയെ നിയമിക്കണം. ഒന്നുകിൽ ഒരു ജുഡീഷ്യൽ, കാരണം CBI അത് ക്ലോസ് ചെയ്ത കാര്യമാണ്, ഇനി CBIയോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് കേരള സർക്കാർ, കാരണം കേരളത്തിലെ ആദിവാസികളോട് പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാരാണ് ഇപ്പോഴത്തേത്. കാരണം മുത്തങ്ങ സമരത്തിൻ്റെ നായികയായി മുന്നിൽ നിന്ന ഗീതാനന്ദനോടൊപ്പം ആ സമരം നയിച്ച, അതിൻ്റെ എല്ലാവിധമായ ത്യാഗവും അനുഭവിച്ച് ആദിവാസി പ്രക്ഷോഭങ്ങളിൽ എല്ലാ കാലത്തും ആ നിലയ്ക്ക് ജീവിതം കൊണ്ട് പോരാടിയ CK ജാനുവിൻ്റെ അവർ നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായ JRP ഈ തെരഞ്ഞെടുപ്പിൽ UDFിനെ സപ്പോർട്ട് ചെയ്തു. LDFിൻ്റെ സ്വാഭാവികമായിട്ടും ആദിവാസി ദളിത് വഞ്ചനകൾക്കെതിരെ UDFിനെ സപ്പോർട്ട് ചെയ്യുകയും UDFിൻ്റെ ഘടകകക്ഷിയായി ജാനു മാറുകയും ചെയ്തു. ജാനുവിൻ്റെ പാർട്ടി അങ്ങനെ സ്വീകരിക്കപ്പെട്ട കൃത്യമായ ഒരു ധാരണയിൽ UDFോടെ നിൽക്കുന്ന ഒരു നേതൃത്വമാണ്. ഗീതാനന്ദനാണെങ്കിലും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സംഘടനകൾ, ADF അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ മിക്കവാറും ദളിത് സംഘടനകൾ ഒന്നടങ്കം ഈ തെരഞ്ഞെടുപ്പിൽ UDFിന് അനുകൂലമായ നിലപാടെടുത്തവരാണ്. സ്വാഭാവികമായും ദളിതരുടെയും ആദിവാസികളുടെയും പ്രശ്നത്തിൽ കുറച്ചുകൂടെ ഒരു അക്കൗണ്ടബിലിറ്റി, ആത്മാർത്ഥത UDFിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ, ഈ യോഗിയുടെ വിഷയത്തിൽ അടിയന്തിരമായ ഒരു ഏജൻസിയെ, ഒരു അന്വേഷണ ഏജൻസിയെ പ്രഖ്യാപിക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട്. ഞങ്ങൾ അതൊരു വലിയ ഡിമാൻഡായിട്ട് ഉന്നയിക്കുകയാണ്. കേരള സർക്കാരിൻ്റെ മുമ്പിൽ ഞങ്ങൾ വെക്കുന്നൊരു കാര്യമാണ് യോഗിയുടെ മരണം അന്വേഷിക്കാൻ ഒന്നുകിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുക, അല്ലെങ്കിൽ അതിന് തക്കതായ ഒരു കമ്മീഷനെ നിയമിച്ചുകൊണ്ട് പഴുതടച്ച ഒരു അന്വേഷണം അതിന്മേൽ നടക്കുകയും ആ യോഗിയുടെ കുടുംബത്തിനും ആദിവാസികൾക്കും ആ വിഷയത്തിൽ നീതി കിട്ടുകയും വേണം. രണ്ടാമതായി, ഈ മുമ്പേ പരാമർശിച്ചതുപോലെ മർദ്ദനമേറ്റ ഒരുപാട് മനുഷ്യരുണ്ട്, അംഗവൈകല്യം പറ്റിയവർ, പലരും മരണപ്പെട്ടു, പലരെയും കാണാതായി. ഈ കുടുംബങ്ങളെല്ലാം എങ്ങനെ ജീവിക്കുന്നു എന്നത് കേരളം അന്വേഷിക്കണം. അതിനുശേഷം വലിയൊരു ട്രോമയായിരുന്നു, ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു പെത്തോളജിയാണ്. അവരെല്ലാം ശിഥിലമായി, പല കുടുംബങ്ങളും അനാഥമായി. അതുകൊണ്ട് ഈ 10-200ഓളം വരുന്ന ഈ കുടുംബങ്ങൾക്ക് അവർക്ക് കൃത്യമായ കോമ്പൻസേഷൻ വേണം. ഇപ്പോൾ പോലീസുകാർ കോമ്പൻസേഷൻ കൊടുത്തല്ലോ, എന്നാൽ പോലീസ് മർദ്ദനമേറ്റ ഈ ആദിവാസി കുടുംബങ്ങൾക്ക് കോമ്പൻസേഷൻ കൊടുക്കണ്ടേ? അതിൽ കൃത്യമായി ഞാൻ മുമ്പേ പറഞ്ഞു, 2003 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പ്രതിനിധിയായ നിർമ്മല പാണ്ഡെ അവരുടെ ശുപാർശയുണ്ട്. ഒരു മനുഷ്യാവകാശ കമ്മീഷനാണല്ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് ഉള്ളതാണ്. അവരുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആദിവാസികൾക്കെതിരെ പോലീസ് നടത്തിയ അതിക്രമങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. സ്ത്രീകൾക്കെതിരെ അവർ നടത്തിയ കുറ്റകൃത്യങ്ങളെ പ്രത്യേകം അന്വേഷിക്കണം. മൂന്നാമത്, ഇതിൻ്റെ ഫലമായി വേട്ടയാടപ്പെട്ട് പീഡനങ്ങൾ അനുഭവിച്ച് കഴിയുന്ന 10-200-ലധികം വ്യക്തികളുണ്ട് ആദിവാസികൾ. അവർക്ക് ന്യായമായ കോമ്പൻസേഷൻ കൊടുക്കണം. അത് ഇതുവരെ പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുടുംബങ്ങൾക്കും ഈ വിക്ടിമൈസ് ചെയ്യപ്പെട്ട സകല ആദിവാസികൾക്കും നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയുള്ള കോമ്പൻസേഷൻ കൊടുക്കാൻ സർക്കാർ തയ്യാറാകണം. അതൊരു നിയമപ്രശ്നമായി അത് ഉയർത്താനാണ് ഇന്ന് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനമായി, ഭൂമിയുടെ പ്രശ്നം ആദിവാസികൾ ഉന്നയിച്ചത് ന്യായമായി അവരുടെ ഭൂമി പ്രശ്നം പരിഹരിച്ചിട്ടില്ല. അതുകൊണ്ട് മുത്തങ്ങ സമരം ഉയർത്തിയ ആദിവാസികളുടെ ഭൂമിയുടെ പ്രശ്നവും വനാവകാശം ഇത് കേരളത്തിൽ എന്തുകൊണ്ട് നടപ്പിലാവുന്നില്ല? അത് ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ആണ്. വനാവകാശം എന്ന് പറയുമ്പോൾ തന്നെ അത് വനത്തെ സംരക്ഷിക്കാനല്ലല്ലോ, അത് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് എന്ന് പറയുന്നതിൻ്റെ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ട്രൈബൽ റൈറ്റ്സ് ആക്ട് ആണ്. അപ്പോൾ ട്രൈബൽ വനത്തെ സംരക്ഷിച്ചു പോരുന്ന, പരമ്പരാഗതമായി വനഭൂമിയെയും വനവിഭവങ്ങളെയും
ചൂഷണം ചെയ്യാതെ അതിനോട് ഇണങ്ങി പ്രകൃതി സ്നേഹപരമായി ജീവിച്ചു വരുന്ന ആദിവാസികളുടെ ജീവനും അന്തസ്സും സംരക്ഷിക്കാനും വനവിഭവങ്ങളുടെ മേലുള്ള അവരുടെ അവകാശം സ്ഥാപിച്ചു കൊടുക്കുന്ന ഒരു ആക്റ്റാണ് വനാവകാശ നിയമം. ആ വനാവകാശ നിയമം നടപ്പിലാക്കുന്നതിൽ ഗവൺമെൻറ്റുകൾ കാണിച്ച അനാസ്ഥ മുമ്പിലുണ്ട്. അത് അവസാനിപ്പിക്കണം. അതുകൊണ്ട് മുമ്പേ പറഞ്ഞ പോലെ പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതും ശരിക്കും സ്വാഭാവികമായിട്ട് 5th ഷെഡ്യൂളാണ്. ആ ഷെഡ്യൂള് നടപ്പിലാക്കണം. അത് നടപ്പിലാക്കാൻ വേണ്ടിയൊക്കെയുള്ള ആദിവാസികളുടെ ന്യായമായ വിഷയം പരിഹരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുത്തങ്ങ സമരത്തിൻ്റെ അടുത്തൊരു ഘട്ടമെന്ന് പറയുന്നത് മുത്തങ്ങ സമരം ഉയർത്തിയ ഈ ആദിവാസികളുടെ സ്വയംഭരണത്തിൻ്റെയും ഭൂമിയുടെയും അവകാശങ്ങളുടെയും പ്രശ്നങ്ങളെ ജനാധിപത്യപരമായി ഉന്നയിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നതാണ് ഇന്ന് കേരളത്തിൽ ഞങ്ങളുടെ മുമ്പിലുള്ള അജണ്ട. ആ നിലയ്ക്ക് ഞങ്ങൾ ADF മുൻകൈ എടുത്തുകൊണ്ട് കേരളത്തിലെ എല്ലാ ദലിത് സംഘടനകളെയും, ഇപ്പം സണ്ണി കവിക്കാട് ഉൾപ്പെടെയുള്ള KK സുരേഷ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ വിവിധ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, അവരുടെ എല്ലാ നേതാക്കളെയും സംഘടനാ രൂപങ്ങളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഒരു മുത്തങ്ങ ഐക്യദാർഢ്യ സമിതി ഞങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ 6-ാം തീയതി ലോക ആദിവാസി ദിനമാണല്ലോ, ഇൻ്റർനാഷണൽ ഇൻഡിജിനസ് ഡേ ആണ്. ആ ഡേയിൽ നമ്മൾ ഇവിടെ വെച്ച് ബത്തേരിയിൽ വെച്ച് വിപുലമായ ഒരു ഐക്യദാർഢ്യ സംഗമം വിളിച്ചു കൂട്ടുകയാണ്. ആ സംഗമത്തിൽ ഈ ആദിവാസികളുടെ ഈ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാൻ, യോഗിക്ക് നീതി ലഭിക്കണം, ആദിവാസി നീതി ലഭിക്കണം, ആദിവാസികൾക്ക് ഭൂമി ലഭിക്കണം, ഈ വേട്ടയാടപ്പെട്ടവർക്കെല്ലാം കോമ്പൻസേഷൻ കിട്ടണം, ഇതെല്ലാം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ശക്തമായ സംഗമം അവിടെ നടക്കുന്നു. അതിലൊരു പ്രഖ്യാപനം ഉണ്ടാകും, ഒരു ആദിവാസി ദലിത് അവകാശ പ്രഖ്യാപനവും. അതിനുശേഷം കൂട്ടായി ആലോചിച്ചുകൊണ്ടുള്ള ജനാധിപത്യത്തിൻ്റെ പ്രക്ഷോഭവും മുന്നോട്ട് കൊണ്ടുപോകാനും മുത്തങ്ങ സമരത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ആദിവാസി പ്രക്ഷോഭത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇന്ന് കേരളത്തിൽ ADF ഉൾപ്പെടെയുള്ള കേരളത്തിലെ ദലിത് ആദിവാസി സംഘടനകൾ യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത്. ഇതിന് വലിയൊരു പിന്തുണ കേരളത്തിൻ്റെ മനസ്സാക്ഷി ഉണരണം. കേരളം പുലർത്തുന്ന ആദിവാസികളോടുള്ള നിഷേധാത്മകമായ ഈ ആദിവാസി വിരുദ്ധ മനോഭാവം തിരുത്തണം. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ പ്രബുദ്ധമായ സമൂഹം ഇനിയെങ്കിലും മൗനം വെടിഞ്ഞ് ആദിവാസികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ശബ്ദിക്കാനും അവരുടെ പോരാട്ടങ്ങൾക്ക് പിന്തുണ കൊടുക്കാനും തയ്യാറാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ആദിവാസികൾക്കും ദലിതർക്കും നീതി ലഭ്യമാവട്ടെ, അതിനുള്ള പോരാട്ടങ്ങൾ വിജയിക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ കേരള ഇൻസൈറ്റിനോട് പങ്കുവച്ചതിൽ സന്തോഷം. ഓക്കെ.